ഉമ്മയായ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ആഷിഖും ഈ പറയുന്ന ഇന്ന് കഴിഞ്ഞ ദിവസം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസറും ഒറ്റ ചങ്ങാതിമാരായിരുന്നു. സ്വന്തം ഉമ്മേനെ തിരിച്ചറിയില്ലാത്ത ഭാവഭേദങ്ങൾ ഉണ്ടാക്കുന്ന മയക്കുമരുന്നിനെ പറ്റി പിന്നെ എന്തോ പറയാനുണ്ടോ? കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തതല്ല, ഇവൻ്റെ ഉപ്പുള്ള ഇറങ്ങിപ്പോയതാണ്. ഇവന് അന്നും മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. പിന്നീട് ഇവൻ്റെ തനി സ്വഭാവം ഒക്കെ മനസ്സിലാവുമ്പോഴേക്കും ഇവളതിൽ പെട്ടു. പിന്നെ വീട്ടിൽ വന്ന് പരാതി പറയാൻ പറ്റൂല, കാരണം അവർ വിവാഹം ചെയ്ത് കൊടുത്തതുമല്ല. സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചാണ് ഷിബിലയല്ല വന്നത്, ഷിബിലേൻ്റെ ഉമ്മയാണ്. പിന്നെ രാത്രി ഒരു 7:30 മണിയോടുകൂടി വന്നെന്ന് ആക്രമിക്കുക. നമസ്കാരം. താമരശ്ശേരിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ യാസർ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ യുവാവ് 5 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഭാര്യയായ ഷിബിലയുടെ വീടിന് മുൻവശത്ത് തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയം മുതലേ ഈ യുവാവ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമായിരുന്നു എന്നാണ് നമുക്ക് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം പോലീസുകാരിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇയാൾ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത് സ്വബോധത്തിലാണ്. ഇന്നലെ ഇത്തരത്തിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുന്ന സമയത്ത് പ്രതി യാതൊരു വിധത്തിലുള്ള മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസുകാർ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ഭാര്യ ഷിബില കഴിഞ്ഞ ദിവസം ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ടു. പിതാവായ അബ്ദുറഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഉമ്മയായ ഹസീന താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ് എന്നാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. ഇത്തരത്തിൽ പ്രതിയായ യാസറിനെ കുറിച്ച് പ്രദേശവാസിയായ വർഗീസ് ചേട്ടൻ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരിയിൽ യാസർ എന്ന ഭർത്താവിനാൽ കൊല ചെയ്യപ്പെട്ട ഷിബിലയുടെ വീടിന് മുമ്പിലാണ്. നമ്മളോടൊപ്പം ഇപ്പം വർഗീസ് ചേട്ടനുണ്ട്. വർഗീസ് ചേട്ടൻ ഇവിടുത്തെ പഴയ പഞ്ചായത്ത് മെമ്പറാണ്, അതുപോലെ തന്നെ ഇവരുടെ അയൽവാസിയുമാണ്. ചേട്ടൻ്റെ മകനാണല്ലോ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ. അപ്പം നമ്മൾ ചേട്ടൻ്റെ മകനോട് സംസാരിച്ചും പറഞ്ഞിരുന്നു ഇത്തരത്തിൽ യാസറിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തു തരണമെന്ന് പറഞ്ഞിട്ട് ചേട്ടനെയാണ് ഷിബില സമീപിക്കുന്നത്. ചേട്ടനാണ് ഇത് വിളിച്ച് സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തതെന്ന് അല്ലേ? ഇതിൻ്റെ ഒരു യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ, ഈ കുട്ടീനെ കല്യാണം കഴിച്ചു കൊടുത്തതല്ല, ഇവൻ്റെ ഉപ്പുള്ള ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോയി. ഇവന് അന്നും മയക്കുമരുന്ന് ഉപയോഗമുണ്ട്. അപ്പോൾ പിന്നീട് ഇവൻ്റെ തനി സ്വഭാവം ഒക്കെ മനസ്സിലാവുമ്പോഴേക്കും ഇവളതിൽ പെട്ടു. പിന്നെ വീട്ടിൽ വന്ന് പരാതി പറയാൻ പറ്റൂല, കാരണം അവർ വിവാഹം ചെയ്ത് കൊടുത്തതുമല്ല. അങ്ങനെ അവൾ സഹിച്ചു നിന്നതാണ്. സഹിച്ചെന്ന് ഈ അടുത്തിടയ്ക്ക് എന്തോ ഒരു കടുത്ത പ്രയോഗവും ചെയ്തു. അതിലൂടെ ഭയപ്പെട്ടു, ജീവൻ പോകും. അങ്ങനെ അത് അവൻ തന്നെ എന്നോട് സമ്മതിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ജീവൻ പോകുന്നു, അപകടം അവൾക്ക് തോന്നിയപ്പോൾ അവൾ കുട്ടീനെ എടുത്ത് ഇന്ന് പോകുന്നു. പിന്നെ ഇവിടെയാണുള്ളത്. അവനെ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തിയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 4-6 ദിവസം മുമ്പാണ് കുട്ടീൻ്റെ ബർത്ത്ഡേ വന്നത്. അന്ന് ഇവനെ വിളിച്ചില്ല എന്നുള്ളത് വലിയൊരു പകയായി ഇവൻ കണ്ടു. അങ്ങനെ കുട്ടി വിളിക്കാത്തതുകൊണ്ട് ഇവളുടെ ഡ്രസ്സെല്ലാം എടുത്ത് ഇവ കത്തിച്ചു. അതിൻ്റെ പോസ്റ്റ് എടുത്ത് ഇവ കിട്ടു. അതും ഞാൻ കണ്ടു. അപ്പോൾ ഇവർക്ക് ഭയമായി. സർട്ടിഫിക്കറ്റുകളൊക്കെ കത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതൊന്ന് വാങ്ങി തരുമോ എന്ന് ചോദിച്ചാണ് ഷിബിലയല്ല വന്നത്, ഷിബിലേൻ്റെ ഉമ്മയാണ് ചേട്ടനെ സമീപിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഇവൻ്റെ ഉമ്മേനെ വിളിച്ചു. അവരെല്ലാം ഈ വീട്ടിലാവുമ്പോൾ ഞങ്ങളുടെ അതിരല്ല. അപ്പോൾ ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അവനോട് നിന്ന് വരാൻ പറഞ്ഞു. അവൻ ഒരു 8 മണിയായപ്പോഴേക്കും വന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ നല്ലൊരു ബന്ധത്തിലല്ലല്ലോ, ഇനി ബന്ധം വിട്ടുപോവുകയാണെങ്കിലും കുട്ടി നിൻ്റെയാണ്, ആ കുട്ടീൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കി എന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുക്കൂല. അങ്ങനെ ഇപ്പം പറഞ്ഞു, ഞാൻ കൊടുക്കും, നിങ്ങളെ ഇല്ലെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാനങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ ഒന്നുമില്ല, ഞാൻ നേരിട്ടേ കൊടുക്കുള്ളൂ. നേരിട്ട് 1 മാസത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പോലീസ് വിലക്കിയിട്ടു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ തന്നാൽ മതി. അപ്പം അതൊന്നും സമ്മതിച്ചില്ല. ആ വിവരം ഞാൻ രാവിലെ ഇവിടെ വന്ന് ഇവരോട് പറഞ്ഞു. അവന് സാധനമൊന്നും തരില്ല. ഇന്നലെയാണോ? അല്ല, മിനിയാന്ന്. അപ്പോൾ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ പറഞ്ഞു, ഞാൻ കുട്ടീനെ വിടുന്ന പ്രശ്നമില്ല, എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ ഞാനിത് പറഞ്ഞ് ഏതാണ്ട് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അവന് വിടും. ഈ സാധനങ്ങളൊക്കെ തന്നേക്കാമെന്ന്.
അപ്പോൾ അവൻ വേഗം ടെസ്റ്റ് ചെയ്തു. സാധനം കൊടുത്തേക്കാന്ന് പറഞ്ഞു. പിന്നെ അത് കൊടുത്തില്ല. കൊടുത്തില്ല, എന്നിട്ടും കൊടുത്തില്ല. അതിനും കൊടുത്തില്ല. ഇന്നലെ ഉച്ചയ്ക്കാണ് സാധനമായിട്ട് ഇവിടെ വരുന്നത്. അത് ഈ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് തുണിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നേരിട്ട് പോയിട്ട് എടുക്കാം. അവിടെ ഇട്ട് ശരിയാക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ തുണിയൊക്കെ അവിടെ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇവളെ കുട്ടീൻ്റെ ഉമ്മ എന്നെ വിളിച്ച്, ഞാൻ അന്നേരം ഈങ്ങാപ്പുഴയാണ്. ഇപ്പം വന്നിട്ടുണ്ട്, ആ ലോണിൻ്റെ കാര്യമൊന്നും സംസാരിക്കണം. എന്തോ ലോണൊക്കെ എടുത്തിട്ടുണ്ട് ഒത്തിരി. അപ്പോൾ അത് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഇവർ തമ്മിൽ എന്തോ പ്രശ്നമായി. അത് കഴിഞ്ഞ് അങ്ങ് പോയതാണ്. പിന്നെ രാത്രി ഒരു 7:30 മണിയോടുകൂടി വന്നങ്ങ് ആക്രമിക്കാൻ. അപ്പൊ ഇവന് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അത് അതിന് തയ്യാറാവത്തുണ്ടോ? സംഗതി എന്താ വെച്ചാൽ ഇവന് ഭ്രാന്താണല്ലോ. മയക്കുമരുന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മേനെ തിരിച്ചറിയില്ലാത്ത ഭാവഭേദങ്ങൾ ഉണ്ടാക്കുന്ന മയക്കുമരുന്നിനെ പറ്റി പിന്നെ എന്തോ പറയാനുണ്ടോ? അപ്പോൾ ഇവിടെ തന്നെയാണല്ലോ അതുണ്ടായത്. സ്വന്തം ഉമ്മേനെ കൊന്നത്. അവന് പോയിന് കമ്പനി ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ ആ മയക്കുമരുന്നിന്റെ എല്ലാ ഭാവഭേദങ്ങളും ഇവരിലും വന്നുകൊണ്ട് ഇങ്ങനെ നിന്നു. മുമ്പ് ഇവിടുന്ന് ഇപ്പം താമസിക്കുന്ന വീട്ടിലേക്ക് യാസർമാർക്ക് ഒത്തിരിയായി. ഇവിടെ പോയിട്ട് കുറച്ചായി. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇത്തരത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു. അന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇവനെ തന്നെ കല്യാണം കഴിക്കുന്ന ചാട്ടിൽ? അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടി ഇത് ഇവൻ ഭരിക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഇവൻ എനർജറ്റിക് ആണ്, ആള് നല്ല സ്മാർട്ട് ചെക്കനാണ്. അങ്ങനെ ഇത് ഇവിടെ ഈ വീടും ആ വീടും ഇല്ലേ, കെണിപ്പെടാൻ അധികം നേരം വേണ്ടല്ലോ, മനുഷ്യന്മാരല്ലേ. അത്തരത്തിൽ പെൺകുട്ടി ഇവന്റെ കെണിയിൽ പെട്ടുപോയതാണോ? പിന്നീട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലായി. അവർക്കൊരു കുട്ടിയുണ്ടല്ലേ? ഉണ്ട്, 3 വയസ്സായ കുട്ടി. 2 മാസങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്തുള്ള പ്രദേശത്ത് വെച്ചാണ് ലഹരിക്കടിമയായ മകൻ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നാം കേട്ടത്. അന്ന് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി, ഉമ്മയായ സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ആഷിഖും ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ യാസറും ഉറ്റ ചങ്ങാതിമാരായിരുന്നു എന്നുള്ളൊരു കാര്യവും നമുക്ക് വ്യക്തമാകുന്നു. ഇരുവരും വലിയ രീതിയിൽ ലഹരി ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിൽ ലഹരിയുടെ അമിതമായ ഉപയോഗം കാരണമാണ് ആഷിഖ് കഴിഞ്ഞ മാസം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഷിബിലയ്ക്കും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാനുള്ളത്. എന്തുതന്നെയായാലും പ്രതി ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോലീസ് കസ്റ്റഡിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വളരെ ദാരുണമായൊരു സംഭവമാണ് ഇത്തരത്തിൽ ഈങ്ങാപ്പുഴയ്ക്ക് സമീപത്ത് കക്കാട് സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.